ദർശോ എന്തോ ഇതെന്താണിത്? ഓർത്തിരി പൂക്കളാ. അതാരട്ടതെന്ന്? അമ്മാമ അപ്പൊ എന്റെ ദർശ ഇടാഞ്ഞത് ഇടണ പൂക്കളെ മുറിച്ചിട്ട് ഇടുവോ? ഇങ്ങനെ വെല്ലോ ഓറഞ്ച് ഓറഞ്ച് ഇങ്ങനെ ഇടണം. ഇടുവോ? ഓറഞ്ച് പൂക്കള് മറ്റേ വാങ്ങിക്കണ പൂ എടുത്തെങ്കിലും ഇടുള്ളൂ. ആ ഈ പൂ കൊണ്ടൊക്കെ ദർശനം ഇടാട്ടാ. ആ കുറച്ചൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പൂ കൊണ്ടൊന്നും ഇടാ, അല്ലാണ്ട് വാങ്ങിക്കണ പൂക്കളല്ല. പൂക്കളത്തിന് പൂ മേടിക്കണ. അത് അച്ചാച്ച വാങ്ങിച്ചാന്ന് പറഞ്ഞില്ലേ? ആ അച്ചാച്ചനോട് ചോദിച്ചാ വാങ്ങിക്കോന്നു. അച്ഛാ പൂക്കളത്തിന് പൂ മേടിക്കണ. പൂക്കളത്തിന് പൂ മേടിക്കണ. ദർശനം എങ്ങടെ പോണ്? മുടി കെട്ടാ പോണ്. കുറെ ദിവസമായി കർക്കിടക മാസം അവന്റെ പിറന്നാൾ മാസം ആയതുകൊണ്ട് നമുക്ക് വെട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് പോയി വെട്ടിക്കാം അല്ലേ? ഓക്കെ, അതുകൊണ്ട് അടിപൊളിയായിട്ട് വരാം. എവിടെയാ പോണ് വെട്ടിക്കാനായിട്ട്? വൈമാള്. ഓക്കെ ശരി, അപ്പൊ പോയിട്ട് വരാം. അപ്പൊ നമുക്ക് പോവാൻ മുടി വെട്ടിക്കാനായിട്ട്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ വഴി പോവാനായിട്ടുള്ളത്. നോക്കിയാ ഇങ്ങനത്തെ പൂവൊക്കെ വെച്ചിട്ടാണ് പണ്ട് പൂക്കളൊക്കെ ഇടണ്ട. കൊറേ പൂക്കളുണ്ട്. ഇങ്ങനെ പറമ്പിലൊക്കെ നടന്നിട്ട് പൂക്കള് പൊട്ടിച്ചിട്ടാണ് പൂക്കളിട, അല്ലാണ്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടല്ല പൂക്കളിടുക. മനസ്സിലായോ? അപ്പൊ നാളെ ഇവിടെയൊക്കെ വന്നിട്ട് എന്താ പൂക്കള് പൊട്ടിച്ചിട്ട് പൂക്കളിടണം. ചെയ്യോ? എന്നാ ശരി. അമ്മ എന്നെ നോക്കേ, ബഫല്ലോ കുളിക്കുന്നുണ്ടാ? കണ്ടാ വെള്ളത്തിൽ കിടന്ന് കുളിക്കണത്? അതിന് വെള്ളം ഭയങ്കര ഇഷ്ടാ. അതാരാണ് കുളിക്കുന്നത്? കണ്ടാ മാലർന്നും കമ്മന്നൊക്കെ കിടക്കുന്നുണ്ട്. തട്ട് നോക്കിയാ തട്ടി വെള്ളം കിടക്കിയത് കണ്ടാ. തലയിലൊക്കെ നോക്കിയാ എന്റെ ചെളി കൊണ്ടാക്കിട്ട് കണ്ടാ. ബഫലോന് ഇഷ്ടായ? ബഫലോന് ഇഷ്ടായ? ദർശനം നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാലോ? ആണോ? നീ നോക്കോ? കുളിക്കുന്നുണ്ടല്ലേ. ഇത് വൈമാളുടെ പാർക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി, വൈമാളിലെത്തി. ഇനി വേഗം മുകളിൽ പോയിട്ട് ദർശനം മുടി കട്ട് ചെയ്യണം. ഇത് ആകെ വളർന്നു. നടക്കുതേ വണ്ടി വരുന്നു. എന്തേ ട്രിം ചെയ്യണോ? ട്രിം ചെയ്യട്ടോ. ദർശന്റെ ബിഫോർ ഹെയർ കട്ട് ആണിത്. ഇനി ആഫ്റ്റർ കാണാം അല്ലേ? ഹെയർ കട്ടിന് ശേഷം. ഓക്കെ. ഹർഷു ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവന് എസ്കലേറ്ററും ലിഫ്റ്റിന്റെ ഓപ്പറേഷൻസ് ഒക്കെ അവന് നന്നായിട്ട് അറിയാം. അതൊക്കെ ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിലും എന്നെ പോലുള്ളവർക്ക് അതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മുന്നേ വന്ന് ഇതുപോലെ ഇവിടെ ഇങ്ങനത്തെ പ്ലേ ഏരിയയിലൊക്കെ കളിക്കണം എന്ന് എപ്പോഴും പറയും. പക്ഷെ പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞതൊക്കെ ചെറിയ കുട്ടികൾക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഓക്കെ. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ചെറിയ കുട്ടികൾക്കാന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട് സ്വയമേവ. അതൊരു വലിയ ലക്കായിട്ട് തോന്നുകയാണ്. നടക്ക്. ഹെയർ കട്ടിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. മുൻപ് ഹെയർ കട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പല പല സ്ഥലങ്ങളിൽ അവനെ മാറി മാറി കൊണ്ടുപോയിട്ടുണ്ട്. അവനൊന്ന് ഇരുത്തിയിട്ട് മുടി വെട്ടുക എന്ന് തന്നെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. മിക്കവാറും ഈ ഹെയർ കട്ടിൻ്റെ സമയത്ത് അവൻ ഭയങ്കര കരച്ചിലായിരിക്കും, കുതറി മാറാനായിട്ട് ശ്രമിക്കും. പിന്നെ അവസാനം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി വളരെ ടൈറ്റായിട്ട് അവനെ പിടിച്ചിരുത്തിയിട്ട് വേണം ഹെയർ കട്ട് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേര് ചേർന്നിരുന്നാൽ കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് എനിക്ക് സെൻസറി ഇഷ്യൂസൊക്കെ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അവനിങ്ങനെ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം ഞങ്ങൾ ഓരോരോ ഹെയർ കട്ട് സെൻറ്റേഴ്സ് മാറി മാറി പരീക്ഷിച്ചുകൊണ്ടേയിരുന്നിരുന്നു. പക്ഷേ എവിടെയായാലും ഇതുതന്നെയായിരുന്നു റിസൾട്ട്. അന്നൊക്കെ എൻ്റെ മനസ്സിൽ വന്നിരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ് ഈ കുട്ടിക്ക് ഇങ്ങനെ? അവൻ്റെ പ്രോബ്ലം എന്താണ്? എന്തുകൊണ്ടാണ് മറ്റുള്ള കുട്ടികളെ പോലെ അവന് ഹെയർ കട്ട് ചെയ്യാൻ കഴിയാത്തത്? അതിൻ്റെ കാരണം എനിക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യവും. അവൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് പറയാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കത് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നില്ല. അവൻ വളരെ സ്റ്റബേൺ ആയുള്ള കുട്ടിയായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അവൻ്റെ കുറുമ്പാണെന്ന് കരുതി. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു അത് അവൻ്റെ കുറുമ്പൊന്നും ആയിരുന്നില്ല.
അവൻ അൺബെയറബിൾ ആയിരുന്ന ഒരു സെൻസറി എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കാം അത്. അന്ന് അവനെ അത്രയും പ്രഷർ ചെയ്ത് ആ ഹെയർ കട്ട്സ് ഒക്കെ ചെയ്തതിൽ എനിക്ക് വാക്കുകൾക്കപ്പുറമുള്ള വേദനയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജേണിയിൽ ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഗിൽറ്റ് തോന്നുന്ന സമയങ്ങളുമുണ്ട്. അന്ന് എനിക്ക് കുറച്ചുകൂടി അറിയാമായിരുന്നെങ്കിൽ, അവനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചില കുട്ടികൾ അനുഭവിക്കുന്ന സെൻസറി ഡിസ്കംഫേർട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല, അവർക്ക് പറയാൻ അറിയുകയുമില്ല. അതുകൊണ്ട് അവരുടെ ബിഹേവിയർ മാത്രം നോക്കി സ്റ്റബേൺ ആൻഡ് നോട്ടി എന്ന് നമ്മൾ ടാഗ് ചെയ്യാതെ അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ ഒരു ദിവസം ഇന്നത്തെ ദർശുവിനെ പോലെ ഒരിക്കൽ ഹെയർ കട്ട് പോലും വലിയ സ്ട്രഗിളായിരുന്ന ഒരു കുട്ടി മിററിലേക്ക് നോക്കി ശാന്തമായിരുന്ന് ഒരു ചെറിയ പുഞ്ചിരിയോടെ തൻ്റെ ഹെയർ കട്ട് എൻജോയ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത് അതൊരു അമ്മയ്ക്ക് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്. മേ ബി പ്രോഗ്രസ് എല്ലായ്പ്പോഴും വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ടായിരിക്കില്ല വരുന്നത്, ചിലപ്പോൾ ഇതുപോലുള്ള ചെറിയ സന്ദർഭങ്ങളിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഹെയർ കട്ടുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നോ ദാറ്റ് ദർശുവിനെ പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ആ കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതുവരെ നമുക്ക് അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്, അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അവരുടെ ശരീരത്തിന് താങ്ങാനാവുന്നതിനപ്പുറമുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരിങ്ങനെ കരയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്പേസ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ദർശു തന്നെ ആഗ്രഹിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ ഹെയർ വാഷും ഹെയർ കട്ട്സും ഒക്കെ ചെയ്യുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ അവൻ്റെ ബിയേഡ്സും ചെറുതായിട്ടൊന്ന് നമ്മൾ ട്രിം ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാൾക്ക് വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മിററിൽ നോക്കുന്നത് അതൊക്കെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ദർശനം മുന്നിൽ കിട്ടിയത്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇഷ്ടമായോ? എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്നത് ഫുഡ് കോർട്ടിലോട്ടാണ്. ആദ്യം തന്നെ കുറേ സ്നാക്സ് ഒക്കെ ഇരിക്കുന്ന ഒരു സ്നാക്ക് ഷോപ്പിലോട്ട് പോയി. പക്ഷേ അവിടെ നിന്നൊന്നും ദർശനം ഇഷ്ടപ്പെട്ടത് കണ്ടില്ല എന്ന് തോന്നുന്നു. അതിനുശേഷം ആൾ നേരെ പോയത് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവൻ തന്നെ അത് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവൻ തന്നെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നതും മനസ്സിലാക്കുന്നതും. എത്ര റുപ്പീസാന്ന് ചോദിക്കേ? എടുത്തു കൊടുക്ക, ബാഗിന് എടുത്തു കൊടുക്കും. 50 റുപ്പീസ്. എത്രയാ കൊടുക്ക് ബാലൻസ്. തരട്ടെ. കഴിച്ചില്ല, കൊറേ നാളായി നോൺ വെജ് കഴിച്ചിട്ട്. ഇനിയിപ്പോ വ്രതമൊക്കെ ഒരു മാസത്തെ നീണ്ട വ്രതം കഴിഞ്ഞില്ല. നമ്മൾ ദർശ വാങ്ങിച്ചത് ഐസ്ക്രീമാണ്. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കല. പക്ഷെ ചേച്ചി അറിയാം ഷിക്കിനോട്? എന്റെ പേര് ഐശ്വര്യാണ്. എന്റെ വീട് മുരിയാന്ന്. കാണണം ഞാൻ കൊറേ ആഗ്രഹിച്ചേ. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അപ്പൊ കൊറേ ആഗ്രഹിച്ചു ഞാൻ. അവനെങ്ങനെ പഠിച്ചു വരണുള്ളൂ പുറത്തെ ആൾക്കാരുടെ അടുത്ത് എങ്ങനെ മാറണം എന്നുള്ളത്. ഞാൻ അങ്ങനെ ഭയങ്കര വീഡിയോസ് കാണുമ്പോ ഞാൻ ആഗ്രഹിച്ചിരുന്നു കാണണം. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ഭയങ്കര സന്തോഷം. നോട്ടെ എന്ത് കഴിക്കണേ? അപ്പോ ഞങ്ങള് ഇന്ന് ഒരു മാസം നീണ്ട വ്രതം ഞാൻ ബ്രേക്ക് ചെയ്യാണ്. കർക്കിടക മാസം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും വല്ലാതെ ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു 1 മന്ത് നമുക്ക് നോൺ വെജ് ബ്രേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചിക്കൻ മീറ്റ് ഐറ്റംസ് ഞാൻ അത്ര അങ്ങോട്ട് വല്ലാതെ ഇല്ല, എന്നാൽ കഴിക്കാറില്ല. ഫിഷാണ് എനിക്ക് ഭയങ്കര ഒബ്സെഷൻ. പക്ഷേ ഫിഷ് എന്താ പറയുക, 2-3 തവണ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് വന്നു. പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ. നമ്മൾ ആ സമയത്ത് നമ്മളുടെ കൈവിട്ടിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഗിൽറ്റി ഫീലിംഗ് അടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒരു ഹോൾഡ് ചെയ്തിട്ട് നമ്മളത് ഒരു ടാസ്ക് എടുത്തത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് ഭയങ്കരമാണെന്ന് തോന്നുന്നു. ഭയങ്കര കോൺഫിഡൻസ് നമ്മൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫൈനൽ റിവീലും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക്. തിന്നിരുന്നോ നീ?
ഐസ്ക്രീം തന്നിരുന്നോ? ആ ഏത് നേരവും ഈ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ നടത്തല എന്റെ പണിയില്ലേ? ഏത് സിനിമയിലത്തെ പാട്ട് ആ പിന്നെ ഉദാഹരണം സുജാന്റെ മഞ്ജു വാര്യറുള്ളോ? ഹൗ ഓൾഡ് ആർ യു? ഓക്കെ. അതെ, പോയി കുളിക്കും. മുടി വെട്ടി വന്നതല്ലേ? പോവും. താഴത്ത് കുളിച്ചോ? അല്ല, കുളി കഴിഞ്ഞ ആ മുടി ഒന്ന് ചീകി വെച്ചൂടെ ദർശോ? അതൊന്ന് ചീകി വെക്കണ്ട, എത്ര ഭംഗി ഉണ്ടാവും. പോയി ചീകി വെക്കി. പിന്നെ എന്തിനാ നമ്മള് മുടി വെട്ടിയത്? മുടി വെട്ടിയതല്ല. മുടി വെട്ടിയത് എന്തിനാ? മുടി വെട്ടിയത് അല്ല, ഇനി നിന്റെ സ്വയം കത്രിക എടുത്ത് വെട്ടുന്നുണ്ടാ? ഇല്ല. അതായിരുന്നല്ലോ ഇടക്കാലത്ത്. പോയി വരിക, കത്രിക എടുക്കുക, സ്വയം അങ്ങോട്ട് മുടി വെട്ടുക. ഉണ്ടാ? മുടി വെട്ടുണ്ടാ? ഇല്ല. മുടി വെട്ടിയാലും എന്താ ഉണ്ടാവുക? ഭംഗിയിലുണ്ടാവും. ഭംഗി വേണോ? ഗ്ലാമർ ആണോ? എന്നാ പോയി മുടി ചീകി വെക്കി. മുടി വെട്ടില്ല. നല്ല കുട്ടിയാണ്. ചെല്ല, മുടി ചീകി വെക്കി പോയിട്ട്. നല്ല കുട്ടിയായിട്ട്. എന്തൊക്കെയാ കൂട്ടാൻ? സാമ്പാറ്, മീൻ മുട്ട. എന്താ? മീൻ മുട്ട, പിന്നെ മീൻ വറുത്തത്. എവിടെ? ചീര, മത്തനില തോരൻ. നല്ല ആവി പറക്കുന്ന ചോറ്. എന്താ? നല്ല ആവി പറക്കുന്ന ചോറ്. എന്താണ്? നല്ല ആവി പറക്കുന്ന ചോറ്. ഓക്കേ. ഇതൊക്കെ താടിയൊക്കെ അവന്റെ ട്രിം ചെയ്ത് കേട്ടാ. സാമ്പാർ എടുത്തേക്ക് ഹെൽപ്പ് ചെയ്യും. ചോറ് കൂട്ടണ്. ദർശൻ സാമ്പാർ എടുക്കണ്. തെറിക്കിന്റെ ദർശോ? ഇതാർക്കാ? അച്ഛന്, അമ്മക്ക്, അമ്മയ്ക്ക്. ഈ പ്ലേറ്റ്, ഈ സ്റ്റീൽ പ്ലേറ്റ് ആർക്കാ? ദർശന്. എന്ത് പ്ലേറ്റ് അത്? അതെന്റെ പ്ലേറ്റ്. അപ്പൊ ദർശന സ്റ്റീൽ മറ്റേ പ്ലേറ്റിൽ കഴിച്ചൂടെ? സ്റ്റീൽ പ്ലേറ്റ് കഴിക്കുന്ന അതാണോ ഇഷ്ടം? എന്ത് അച്ചാറ് കൂട്ടിട്ടാ? എന്തച്ചാറ് ഇഷ്ടം? കൊടുപ്പുളി. കൊടംപുളി. ടേബിൾ സെറ്റ്. അഭിഷേക്. അല്ല, എന്തിനാ സെൽഫ് ടോക്ക് ചെയ്യണ്? സെൽഫ് ടോക്കാണ്. എന്തിനാ അത്? പാടില്ല. പാടില്ല. ശ്രദ്ധിക്കണം കേട്ടാ. താപ്പ് കിട്ടിക്കഴിഞ്ഞാ അവൻ പോയി ടി വി വെക്കും. അല്ലേ? എന്തൊട്ട് ടി വിയിൽ വെക്കണ നീ? ചോറിന് 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 നല്ല ഈസി കൊടുപുളി അച്ചാറ്. നാടൻ കൊടുപുളി അച്ചാറ്. ഇതാരട്ടത്? അച്ചാർ ആരട്ടത്? ഞാൻ. മോണ പറയൂ നീ. അല്ല, അച്ചാർ ആരുണ്ടാക്കിയത്? അനിത ചേച്ചി. ആരാ? അനിത ചേച്ചി. അടിപൊളി അച്ചാർ. ദർശന് ഇഷ്ടാണോ? ദർശന് വേണ്ട കൊടംപുളി അച്ചാറ്. വേണം. ദർശന് വേണ്ട കേട്ടാ. വേണം. കൊടംപുളി അച്ചാർ എനിക്ക് മാത്രം മതി. ഇവര് വേണ്ട. എനിക്ക് മാത്രം മതി. ദർശന് വേണ്ട. മീൻമുട്ട വേണ്ട. മീൻമുട്ട വേണം. എനിക്ക് അത് എനിക്ക് ഇതിലുള്ള ചോറ്. അച്ചാച്ചനിട്ട് കൊടുത്ത ചോറ് ഒരു സ്പൂൺ കൊടുക്കാം. മതി മതി. വലിയ മീൻമുട്ട കൊടുക്ക കൊടുക്ക. കൊണ്ടിട്. അവൻ റാഷനാക്കിയ കൊടുക്കണ അച്ചാച്ചന്. മതി മതി. സാമ്പാർ വേണ്ട? സാമ്പാർ വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പൊ എന്നിട്ടാ? മാമ്പഴ പുളിശ്ശേരി. അതാണോ ഇഷ്ടം? മോര് കറി. മോര് കറി, ചാറും മാത്രം. ചാറ് മാത്രം മതി. മാങ്ങ വേണ്ട അച്ചാച്ചന്. അച്ചാറില്ല കേട്ടാ ദർശനൊന്ന്. അച്ചാറുണ്ട് കേട്ടാ. ഇല്ല കേട്ടാ. ഇല്ല ഇല്ല കേട്ടാ. ഉണ്ട്. അപ്പൊ മീൻ വേണ്ട? ഫിഷ് ഫ്രൈ. ഇതെടുക്ക്. ചീര എടുക്ക്. ഫൈബറാണത്. അതെടുക്ക്. നല്ല സൂപ്പർ കൊടംപുളി അച്ചാറ്. ഇതെനിക്കാണ്. എനിക്കും അച്ചാച്ചനാണ്. ഇത് എനിക്കും അച്ചാച്ചനാണ്. അതെനിക്ക് അച്ചാച്ചനാ. അതെനിക്കാ. ചൂടുണ്ടാ? ഊതട്ടെ. അങ്ങനെ കറി വെച്ച് പറഞ്ഞ കറി എടുത്തിട്ട് അച്ചാറെടുത്തിട്ട് ഇങ്ങനെ. അപ്പൊ മീൻ മുട്ടയോ എപ്പോഴും കഴിക്കുന്നു? അപ്പൊ ഫിഷ് ഫ്രൈ എടുക്കണില്ലേ? ചാള മീൻ വറുത്തതുണ്ടടാ. ഈ ഫിഷ് ഫ്രൈ
അങ്ങനെ മമ്മിക്കാണോ ഫിഷ്? അമ്മാമ്മ ബ്രദർ. എന്താ പരിപാടി? ഉദാഹരണം സുജാത. ക്ലാസ് ഉണ്ട്, വായോ. നിർത്ത്. മഞ്ജു വാര്യർ ഇൻ ഉദാഹരണം സുജാത. ഉദാഹരണം സുജാതയിൽ ആരാ? മഞ്ജു വാര്യർ. ആ ഇതന്നെയാണ് 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നത്. മതി വാ, ക്ലാസ് ഉണ്ട്, സമയമായി, വാ നിർത്ത്. ക്ലാസ്സിന് പൊക്കോ. എന്താ പരിപാടി? അത് ദോശ വേണ്ടേ? ദോശ വരച്ചു. പിന്നെന്താ? പിന്നെ ഉള്ളിയും മീനും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു രാത്രി സന്ധ്യ നേരത്തിന്. അതല്ലേ? എന്നാ പിന്നെ ഞങ്ങള് ജിമ്മിന് പോട്ടെട്ടാ. ഓക്കെ ബൈ. പോവാ നമുക്ക് ജിമ്മിന്. എന്നാ വാ നടക്ക്. റെഡി ആയാ ജിമ്മിന്? 2 കവറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു ജിം ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വന്നിട്ടില്ല. മിക്കുവോ? നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ ദർശോ? മിക്കു. അമ്മ വൃത്തം കഴിഞ്ഞുട്ടാ. വൃത്തം കഴിഞ്ഞു. അപ്പൊ എന്താ വേണ്ടേ? ഷവർമ്മ. ഏകദേശം 1 മാസത്തോളമായി ഞങ്ങൾ കർക്കിടക മാസം കാരണം വ്രതമാണ്. അപ്പോൾ നോൺ വെജ് ഒന്നും കഴിച്ചിരുന്നില്ല. ദർശന് ഇപ്പോൾ ഒരു സ്ഥലത്തെ ഷവർമ്മ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കാറൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വ്രതം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരു 1 മന്ത് വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് എന്നോട് ചോദിക്കാൻ, അമ്മ വ്രതം കഴിഞ്ഞോ, നമുക്ക് ഇന്ന് ഷവർമ്മ കഴിച്ചുകൂടെ എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ആ വെയിറ്റിങ്ങുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനുള്ള ക്ഷമയോടുകൂടി അവൻ ഇന്ന് കറക്റ്റ് വ്രതം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി അവൻ ഇന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് റിവാർഡായിട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്ന് ചിക്കൻ ഷവർമ്മ കഴിക്കാൻ പോവാണല്ലേ? ശരി, പോകുമ്പോ വാങ്ങിക്കാം. ഇതാണ് ദർശന്റെ സ്ഥലം. അവന് ഇവിടുത്തെ ഷവർമ്മയാണ് ഇഷ്ടം. ഉണ്ടോ? ഇവിടെ എല്ലാതും ഉള്ളൊരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇവിടെ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട്. ഇവിടെ ഫാൻസി സ്റ്റോർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ തേച്ച് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റീസ് ഉണ്ട്. ഇവിടെ ഫാമിലി മാർട്ടാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. സൂപ്പർ മാർക്കറ്റ് പോലെ. പച്ചക്കറി കടയുണ്ട്. പിന്നെ അതേ ചെരുപ്പ് വേണമെങ്കിൽ ചെരുപ്പ്, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസും പാത്രങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അവിടെ. പിന്നെ ഫ്രണ്ടിലാണ് ഫുഡിൻ്റെ സെക്ഷൻ ഉള്ളത്. ഓൾമോസ്റ്റ് കുറേ ഫുഡുകളൊക്കെ അവിടെ നിന്ന് കിട്ടും. ഭയങ്കര ഹൈ റേറ്റഡ് ഒന്നുമല്ല, കുറച്ച് സബ്സിഡൈസ്ഡ് റേറ്റ് ആണ്. കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷെ ആ റേറ്റിൽ എല്ലാം കിട്ടും. ഇവിടെ ആൾക്കാർക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. ദർശനം എവിടെയാണാവോ നടക്കുന്നത്. ഏതോ കടയിൽ കയറിയിട്ട് എവിടെയായിരുന്നു? ഒരു എന്താണെന്നറിയില്ല, ഇവിടെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കും ദർശന് അങ്ങനെ തോന്നുന്നത്. വലിയ ഹൈഫൈ ആയിട്ടുള്ള സ്ഥലവും ഭയങ്കര ഹൈജീനിക്ക് അങ്ങനെയൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എന്നാലും വൺസിനെ ബ്ലൂ മൂൺ അവൻ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഇഷ്ടങ്ങളല്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശന് ഇപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ വന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ ദർശന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവൻ എവിടെയൊക്കെ പോയി എന്തൊക്കെ കഴിക്കുന്നുണ്ടാവും. അവൻ്റെ ഈ പ്രായത്തിൽ കുട്ടികളുടെ കൂടെ തട്ടുകടയിലും ഒക്കെ പോയി കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ മാത്രമല്ല അവൻ്റെ കൂടെ നടക്കാനുള്ളൂ. ഇപ്പോൾ കുറച്ചൊക്കെ അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഓവറാവാനായിട്ട് നമ്മൾ അനുവദിക്കാറില്ല. കുറച്ചൊക്കെ അവൻ്റെ സന്തോഷത്തിന് അവൻ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അവൻ ഇതുപോലൊക്കെ ഇരിക്കണാകുമ്പോൾ ഞാൻ വിചാരിക്കും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ട് ഇതുപോലൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ അവൻ കറങ്ങി തിരിഞ്ഞ് സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ചൊക്കെ വരേണ്ടതല്ലേ. ഫുൾ ടൈം ഇതിപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടെ മാത്രമാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം അതൊരു ചെറിയൊരു സങ്കടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടമാണ്. ചിലപ്പോൾ നോർമൽ പാരൻസിന് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ കുട്ടികൾ അങ്ങനെ പോകുന്നതായിരിക്കും ബുദ്ധിമുട്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അവരുടെ കൂടെ ഒക്കെ ഒന്ന് പോയി അവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് എൻജോയ്മെന്റ്സ് ഒക്കെ നടത്താൻ പറ്റിയാനെന്ന് വിചാരിക്കും. ദർശന ഈ ഷവർമയാണോ ഇഷ്ടം? ഈ ഷവർമയാണോ ഇഷ്ടം? എടുക്കുന്നുണ്ടേ. നോക്ക് പൂ നോക്ക്. ഏത് പൂ? അതേ കിറ്റ് വാങ്ങിച്ചോ? ഒരു കിറ്റ് വാങ്ങിച്ചോ? അങ്ങനെയല്ല, അത് ആ കിറ്റിലുണ്ടല്ലോ. അതും ആ കിറ്റിലുണ്ടല്ലോ. അതും അത് വാങ്ങിച്ചോണം. ഇക്കടെ നിക്ക്, ഞാൻ പൈസ കൊടുക്കാം. ഇത് എന്തിനാ പൂ വാങ്ങിക്കണേ? കളത്തിന്റെ അതാ ഓണത്തിന് ഞാൻ പോവാ. ഇവിടെ കൊറേ പൂന്നൊക്കെ ഓണത്തിന് എത്ര കളർ പോവാന്ന് ഓണത്തിന് എല്ലാതും അതിലുണ്ട്. മാച്ചിന്റെ പോവാ നമുക്ക്. അപ്പോ ഞങ്ങളിതേ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കാമെന്ന് വിചാരിക്കണേ. വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, പിന്നെ അവന് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങുന്നു. സുഖനിദ്ര. ജിമ്മിൽ പോയ കാരണം ഇപ്പോൾ നല്ല ക്ഷീണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ ലിസണിങ്. നമുക്ക് വീണ്ടും സംസാരിക്കാം. പറഞ്ഞോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി. ബൈ.